ചെയ്തു പോരല്ലേ, എൻ്റെ അസുഖം, എൻ്റെ കുട്ടിൻ്റെ അസുഖം, എൻ്റെ മുട്ടുംകാലിൻ്റെ വേദന അവിടെ നിർത്തരുത് നിങ്ങളുടെ ദുആ. ഈ ഉമ്മത്തിൻ്റെ വേദന, ഈ ഉമ്മത്തിൻ്റെ പ്രയാസം, ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അല്ലാഹുവേ ഈ ഉമ്മത്തിന് നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് പറയാതെ നിങ്ങൾ എഴുന്നേറ്റ് പോരരുത്, നിങ്ങളുടെ ദുആ അവസാനിപ്പിക്കരുത്, ഉമ്മത്തിനെ കൂടെ ചേർക്കണം. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഉമ്മത്തികളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു നിങ്ങൾക്ക് ഹസനാത്ത് നൽകുമെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോൾ ഉമ്മത്തികളുടെ എണ്ണത്തിനനുസരിച്ച് ഹസനാത്ത്. അല്ലാഹുവിൻ്റെ ഖസാന അങ്ങനെയാണ്, കുറച്ച് ചെയ്താൽ വലിയ കൂലിയാണ്. ഒരൊറ്റ വാക്കല്ലേ നമ്മൾ പറയുന്നുള്ളൂ, ഉമ്മത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹ് നന്മകൾ നമുക്ക് തരുമെന്ന്. സുബ്ഹാനല്ലാഹ്. ചോദിക്കണേ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത് ഹബീബിൻ്റെ ദുആയാണ്, അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ. ഓരോ മഴത്തുള്ളിയുടെ കൂടെയുമുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ. ഓരോ പുല്ലിൻ്റെ പച്ചയിലകളിലുമുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ. ഓരോ മരത്തിൻ്റെ ശിഖരങ്ങളിലുമുണ്ട്, ഓരോ വള്ളികളിലും ചെടികളിലുമുണ്ട് അള്ളാഹുവിനറിയാനുള്ള ലക്ഷ്യങ്ങൾ, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ. ആകാശലോകത്തുകൂടെ പറന്നുയർന്നുകൊണ്ടിരിക്കുന്ന മേഘപ്പാളികളിലുണ്ട് അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും. വഹുസ്നി ഇബാദതിക്, അല്ലാഹുവേ നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണമേ എന്ന് പുണ്യനിബിതങ്ങൾ ദുആ ചെയ്യുമായിരുന്നു.